കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നത് കൃത്യമായി അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കോടതിയിൽ വാദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തെ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. കൃത്യമായും അവർക്ക് ജാമ്യം കൊടുത്തതിലുള്ള പ്രതിഷേധം വളരെ വലുതായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കളക്ടർ അരുൺ കെ വിജയനെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിൽ വലിയ തോതിൽ സമര പരിപാടികൾ നടക്കുകയാണ്. ആറളം ഫാമിന് വേണ്ടി പതിച്ചു നൽകിയ 3500 ഏക്കർ പാട്ടത്തിന് പതിച്ചു നൽകിയ സംഭവത്തിൽ എന്തുകൊണ്ട് കളക്ടറെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വലിയ വാദം ശക്തമായി തന്നെ നിൽക്കുന്നു. മാത്രമല്ല, അഡ്വക്കേറ്റ് വിശ്വൻ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നവീൻ ബാബുവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, ആരോഗ്യവകുപ്പിലെ ക്ലർക്കായിരുന്ന പ്രശാന്തൻ എങ്ങനെയാണ് പമ്പ് നടത്താനുള്ള ലൈസൻസ് വാങ്ങാൻ ശ്രമിച്ചത് എന്നുള്ളത് വലിയ ഒരു ദുരൂഹതയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ PP ദിവ്യ പ്രശാന്തിന് വേണ്ടി വലിയ തോതിൽ കളികൾ കളിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, 98,500 രൂപ കൈക്കൂലി നൽകാൻ നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിലെത്തി എന്ന് പറയുന്ന തെളിവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഉള്ള ഒപ്പ് അത് വ്യാജമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല, ഈ അന്വേഷണം CBIക്ക് വിടുക എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മഞ്ജുഷയ്ക്ക് ഉള്ളത്. മഞ്ജുഷ കൃത്യമായി പറയുന്നു, CBI വന്നാൽ കണ്ണൂർ ലോബിയുടെ കള്ളക്കളികൾ സകലതും പൊളിയും. ഇത് CPIMനെ മൊത്തത്തിൽ തകർക്കുന്ന സംഭവമാണ്. കാരണം CPIMൻ്റെ രഹസ്യ സെറ്റപ്പ് എല്ലാം തന്നെ പൊളിയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഭൂമാഫിയയുടെയും ചെങ്കൽ മാഫിയയുടെയും ഡീലും കളക്ടർ അരുൺ കെ വിജയനും ദിവ്യയുമായുള്ള ഇടപാടുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങളും വിശ്വൻ്റെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഈ വളച്ചൊടിക്കലുമെല്ലാം CBI പൊളിച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ അവിടെ വിശ്വനെന്നല്ല ഒരാൾക്കും റോള് കാണില്ല. അവിടെ CBI ആയിരിക്കും മുഴുവൻ റോളും ഏറ്റെടുക്കുക എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഫോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതുമാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അവിടെ സെല്ലുലോയിഡ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് കൃത്യമായി നടന്നില്ല എന്നുള്ളതും, അത് വിവരം ശേഖരിക്കുന്ന സമയത്ത് തിടുക്കപ്പെട്ട് നടത്തിയ പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ടതിലെ ദുരൂഹത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊളിയും. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം ദ്രുതഗതിയിൽ നടത്താൻ ആവശ്യപ്പെട്ടത് വാസ്തവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരാണ്. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരിൽ ദിവ്യയുടെ ഭർത്താവും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അതായത് ഇതെല്ലാം കൂടി കൃത്യമായി പ്ലാൻഡായി നടത്തിയ ഒരു ഡീലായിരുന്നു. നവീൻ ബാബുവിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു നയമായി മാറിയിരുന്നു എന്നത് സംശയിക്കുന്നതായി മഞ്ജുഷ പറയുകയാണ്. മാത്രമല്ല, കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയന് നവീൻ ബാബുവിനോട് ഒടുങ്ങാത്ത പകയായിരുന്നു. അദ്ദേഹത്തിനോട് അത്രയേറെ അരിശമായിരുന്നു. തുടക്കം മുതൽ തന്നെ പലതവണയും അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്താനും അപമര്യാദയായി അദ്ദേഹത്തിനോട് ചേംബറിൽ വെച്ച് സംസാരിക്കുകയും ഉണ്ടായ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു എന്ന് വിങ്ങലോടെയാണ് മഞ്ജുഷ പറയുന്നത്. വിടരുത് അരുൺ കെ വിജയനെ എന്നാണ് മഞ്ജുഷ കൃത്യമായി പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ദീപക് ധർമ്മടം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ ദിവ്യയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.